ആണൊരുത്തൻ അന്നേ പറഞ്ഞു ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന്. പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കി സ്വർണം പൊട്ടിക്കലും ഗുണ്ടായുസവുമായി നടക്കുന്നവനൊക്കെ ചീത്തപ്പേരുണ്ടാക്കുമെന്ന്. പാർട്ടിയുടെ തലയ്ക്ക് മീതെ അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ വാളാകുമെന്ന്. കേട്ടില്ല. അപ്പോഴും ഈ ഗുണ്ടകളെ സംരക്ഷിക്കുകയും പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുത്തവനെ ചവിട്ടി പുറത്താക്കുകയുമാണ് നേതാക്കൾ ചെയ്തത്. അർജുനായങ്കി അറസ്റ്റിലായപ്പോൾ കണ്ണൂർ CPM നേതൃത്വം ഇപ്പോൾ അടിമുടി വിറയ്ക്കുന്നു. ആയങ്കി അറസ്റ്റിലായാൽ എനക്കെന്താണ്, അയാൾക്കെതിരെ പോലീസ് തോക്കെടുത്താൽ എനക്കെന്താണ് എന്ന് ചോദിച്ച സാക്ഷാൽ പിണറായി വരെ തൃശങ്കുവിലാണ്. അതിന്റെ കാരണം ഇപ്പോഴും CPMകാരിൽ പലരുമായും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അർജുനായങ്കി. അയാൾ പൊട്ടിച്ച സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുള്ളവരാണ് പല CPMകാരും. CPM മാത്രമല്ല, കണ്ണൂരിലെ DYFI SFIക്കാരൊക്കെ കിലുകില വിറയ്ക്കുന്നുണ്ട്. പാർട്ടി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതോടെ കലി പൊട്ടി നിൽക്കുന്ന അർജുനായങ്കി പലതും വിളിച്ചു കൂവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അർജുനായങ്കി അടപടലം അകത്തായതോടെ കണ്ണൂർ CPMകാരെ പല്ലിളിക്കുന്നുണ്ടാകും മനു തോമസ്. ആയങ്കിയെ പോലുള്ളവരെ ചവിട്ടി പുറത്താക്കണമെന്ന് വർഷങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് കൊടുത്ത ആണൊരുത്തൻ. DYFI ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മനു തോമസ്. നല്ല ഒരു ചെറുപ്പക്കാരനും പാർട്ടിയോടും ജനങ്ങളോടും കൂറുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു നേതാവായിരുന്നു. എന്നാൽ കണ്ണൂർ CPMലെ ഒരു കൂട്ടം ക്രിമിനലുകളുടെ നെറികെട്ട കളിയിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോയി. മനു ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് സ്വർണം പൊട്ടിക്കൽ കൂട്ടത്തിന്റെ സകല ഉഡായിപ്പും പാർട്ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കണ്ണൂരിലെ ചില CPM നേതാക്കൾക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അത്തരക്കാരെ പുറത്താക്കണം എന്നുമായിരുന്നു മനു ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതി ഉന്നയിച്ച മനുവിനെയാണ് CPM നേതാക്കൾ പുറത്താക്കിയത്. മനു ഈ വിഷയം ഉന്നയിച്ചതോടെ ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയും ഒക്കെ മനുവിനെ തീർക്കുമെന്ന് പരസ്യ വെല്ലുവിളിയൊക്കെ നടത്തിയവരാണ്. മനു ഇന്ന് പാർട്ടിയിലില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ മനു പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്ന് അർജുനായങ്കിയുടെ അറസ്റ്റോടെ വ്യക്തമായിരിക്കുന്നു. അന്ന് പുറത്താക്കിയ ഗോവിന്ദൻ, പിണറായി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ നോക്കി പല്ലിളിച്ച് കാണിക്കുക തന്നെ ചെയ്യണം മനു തോമസ്. കാരണം അയാൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു സംസാരിച്ചത്. എന്നിട്ടും അയാൾക്ക് നേരിടേണ്ടി വന്നത് വേട്ടയാടലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയിലിട്ട് പിടിക്കുക, പൊട്ടിച്ച് വീതം വെച്ചെടുക്കുക. ഒരു പങ്ക് പല CPM നേതാക്കളിലേക്കും ഒഴുകും. കാരണം ഇവരാരെങ്കിലും പിടിക്കപ്പെട്ടാൽ രക്ഷിക്കാൻ രാഷ്ട്രീയക്കാർ വേണമല്ലോ. മുൻപ് സ്വർണം പൊട്ടിക്കൽ കേസിൽ അകത്തായപ്പോഴാണല്ലോ ആയങ്കിയെ പാർട്ടി പുറത്താക്കിയത്. അതിനു മുൻപും ഇപ്പോഴും അയാൾ ഒരു കമ്മി തന്നെയാണ്. ആയങ്കി വാ തുറന്നാൽ കണ്ണൂർ സഖാക്കളിൽ പലരും വെള്ളം കുടിക്കും. മനുവാണ് ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആകാശിനെയും ആയങ്കിയെയും തള്ളിപ്പറയുന്ന തിരക്കിലാണ് CPM നേതാക്കൾ. ആയങ്കിയെ അവന്റെ സ്ഥലത്ത് കയറി അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ MV ജയരാജൻ ഡയലോഗ് അടിച്ചിരുന്നു. ഈ CPMകാരോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി ആയിരുന്നല്ലോ ഭരിച്ചത്. അപ്പോഴും ഇവനൊക്കെ മതിച്ചു പുളച്ചു നടക്കുകയായിരുന്നു. എന്തേ അന്ന് തൂക്കി അകത്തിടാൻ ഇരട്ടച്ചങ്കന്റെ ആഭ്യന്തര വകുപ്പിന് കഴിവില്ലായിരുന്നോ? കണ്ണൂർ CPMൽ നടക്കുന്ന എത്രയെത്ര നെറികേടുകൾ എത്ര നേതാക്കൾ തുറന്നടിച്ചു. അപ്പോഴൊക്കെ ക്രിമിനലുകളെ സംരക്ഷിച്ച് നല്ല നേതാക്കളെ പുറത്താക്കി. ഒടുക്കം ഈ ക്രിമിനലുകളെല്ലാം കൂടി നേതാക്കൾക്ക് നേരെ ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ്. നേതാക്കന്മാർ ഇവന്മാരെയൊക്കെ ഉപയോഗിച്ച് പലതും നടത്തിയിട്ടും ചെയ്തിട്ടുമൊക്കെ ഉണ്ടല്ലോ. അതെന്തെങ്കിലുമൊക്കെ ഇവന്മാർ വിളിച്ചു കൂവിയാൽ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും, അകത്ത് കിടന്ന് അഴിയെണ്ണേണ്ടിയും വരും. MV ഗോവിന്ദനോടും MV ജയരാജനോടും മറ്റ് നേതാക്കളോടും പല ആവർത്തി മനു സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള CPM നേതാക്കളുടെ വഴിവിട്ട ബന്ധം തെളിവടക്കം വ്യക്തമാക്കിയതാണ്. എന്നാൽ അത് കണ്ട ഭാവം പോലും നേതാക്കൾ നടിച്ചില്ല. ഒന്നല്ല, പല ആവർത്തി പറഞ്ഞു. നേതൃത്വം കേട്ടില്ല. ഒടുക്കം പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി സകലതും തുറന്നു പറയേണ്ടി വന്നു മനുവിന്. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഇതുതന്നെയല്ലേ സംഭവിച്ചത്? പാർട്ടിയിലെ പുഴുക്കുത്തുകളെ കുറിച്ച് തുറന്നടിച്ചു. പാർട്ടി പുറത്താക്കുകയും ചെയ്തു. ഇവരുടെയൊക്കെ മുന്നറിയിപ്പ് കേട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ, ക്രിമിനലുകളെ പിടിച്ച് പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ നാണക്കേടിലേക്ക് പാർട്ടി വീഴില്ലായിരുന്നു. ഇപ്പോൾ EP ജയരാജനും അർജുനായങ്കിയെ തള്ളിപ്പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആരാണ് അർജുനായങ്കി? അവനാണോ പാർട്ടി? അവന് പാർട്ടിയുമായി എന്താണ് ബന്ധം? ഞങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവും ഇല്ല എന്ന് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുൻപ് ഇവർക്കൊക്കെ എതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം. അന്ന് മനു തോമസ് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ നേതാക്കൾ ആ ചെറുപ്പക്കാരനെ കടിച്ചു കീറാനാണ് ചെന്നത്.
മനുവിനെതിരെ കണ്ണൂർ CPM-കാർ തന്നെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. നിന്നെ കൊല്ലുമെന്ന കൊലവിളിയാണ് CPM-കാർ നടത്തിയത്. ഈ കൊലവിളി അരുതെന്ന് പറയാൻ പോലും മുതിർന്ന നേതാക്കൾ ആരും തന്നെ തയ്യാറായില്ല. അതായത് മനുവിനെ അങ്ങ് തീർക്കുന്നെങ്കിൽ തീർത്തോട്ടെ എന്നുള്ള നിലപാടായിരുന്നു CPM നേതാക്കൾക്കുണ്ടായിരുന്നത്. മനു തോമസിനെ കൊല്ലുമെന്ന് ആകാശ് തില്ലങ്കേരി പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതായത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ വിവരങ്ങളെ കുറിച്ച് പാർട്ടിയിൽ പറഞ്ഞതോടെ ആ സമയത്താണ് ആകാശ് തില്ലങ്കേരി വെല്ലുവിളിയുമായി വന്നത്. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് മനുവിനെ ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ട എന്ന് ഓർത്താൽ നല്ലത്. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നായിരുന്നു ആകാശ് തില്ലങ്കേരി മനുവിനെ വെല്ലുവിളിച്ചത്, ഭീഷണി മുഴക്കിയത്. അതായത് കൊല്ലുമെന്ന ഭീഷണിയാണ് ഉയർത്തിയത്. ആകാശ് തില്ലങ്കേരി വെല്ലുവിളിച്ചപ്പോൾ പോലും അതായത് എനിക്ക് നിന്നെ തീർക്കാൻ അധിക സമയം വേണ്ട എന്നല്ല ആകാശ് തില്ലങ്കേരി കുറിച്ചത്. കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ട എന്ന് ഓർത്താൽ നല്ലത് എന്നാണ്. അതായത് സംഘടനയാണ് ഞങ്ങളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് ആകാശ് തില്ലങ്കേരി ചെയ്തത്. ആകാശ് തില്ലങ്കേരി ഷുഹൈബ് വധക്കേസിന് പിന്നാലെയും CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നത് പോലെ സംസാരിച്ചിരുന്നല്ലോ. പാർട്ടി അറിവോടെയാണ് ഞങ്ങളെല്ലാം ചെയ്തത് എന്ന്. അന്ന് മനുവിനെ വെല്ലുവിളിച്ചപ്പോൾ മനു തിരിച്ചു നല്ല ഒന്നാം തരം മറുപടി, അതായത് ആകാശ് തില്ലങ്കേരിയുടെ പിരിവെട്ടിക്കുന്ന മറുപടി കൊടുത്തിരുന്നു. താൻ P ജയരാജനെ സംവാദത്തിന് വിളിച്ചപ്പോൾ വന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കൊലവിളി സംഘമാണ്. തന്നെ ഭീഷണിപ്പെടുത്താൻ ഇവരെ ചുമതലപ്പെടുത്തിയോ എന്ന് CPM വ്യക്തമാക്കണം. കൊലവിളി ആർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെന്നും മരിക്കുമ്പോൾ നട്ടെല്ല് നിവർത്തി മരിക്കുമെന്നും മനു തിരിച്ചടിച്ചു. ഒഞ്ചിയത്തും എടയന്നൂരും നടന്നത് വിപ്ലവമല്ല, വൈകൃതമാണെന്നും TP ഷുഹൈബ് വധക്കേസുകൾ ഓർമ്മിപ്പിച്ച് മനു തോമസ് കൂട്ടിച്ചേർത്തത്. അതായത് CPM-കാർ ഇപ്പോഴും അതായത് കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകങ്ങളെ വിപ്ലവമായിട്ടൊക്കെയാണല്ലോ അങ്ങ് വെച്ചലക്കുന്നത്. TP ചന്ദ്രശേഖരനെയും ഷുഹൈബിനെയും ഒക്കെ കൊലപ്പെടുത്തിയിട്ട് അത് വലിയ വിപ്ലവം പോലെയാണ് ഇവർ കൊണ്ടാടുന്നത്. അവർക്കൊക്കെ നല്ല ഒന്നാം തരം മറുപടിയാണ് മനു തോമസ് അന്ന് കൊടുത്തത്. പാർട്ടിയുടെ നെറികേടാണ് മനു തോമസ് വിളിച്ചു പറഞ്ഞത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിപട്ടികയിലുള്ള ആളാണ് ഈ പറയുന്ന ആകാശ് തില്ലങ്കേരി. ഇവനെ പോലെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ് നല്ല കുറച്ച് തൻ്റെ ഇടമുള്ള നട്ടലുള്ള ചെറുപ്പക്കാരെ ഈ പാർട്ടി വലിച്ചു പുറത്തെറിഞ്ഞത്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ വിവരം പാർട്ടിയിൽ അവതരിപ്പിച്ചതിന് മാത്രമല്ല മനുവിനെ പുറത്താക്കിയത്. വിജയന്റെ രാജാവ് കളി കൂടി പച്ചയ്ക്ക് മനു തുറന്നടിച്ച് പറഞ്ഞിരുന്നു, അതിനെ എതിർത്തിരുന്നു. ഇത് രാജാവിനെ വല്ലാതെ അങ്ങ് പൊള്ളിച്ചു. ഉടനെ ഉത്തരവിട്ടു പുറത്താക്കാൻ. സോഷ്യൽ മീഡിയയിൽ പച്ചയ്ക്ക് വന്നിരുന്നാണ് ചിലതൊക്കെ മനു തോമസ് വിളിച്ചു കൂവിയത്. വ്യക്തി കേന്ദ്രീകൃത നയങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു, ജനാധിപത്യ അവകാശമുണ്ടെന്ന പ്രതീതി സൃഷ്ടിച്ച് രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതാണ് ഇപ്പോഴത്തെ CPIM രീതിയെന്ന് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്.